ഒരു വീട് പൂർണ്ണമാവണമെങ്കിൽ ആ വീട്ടിലൊരു പൂജാമുറിയും കൂടി വേണം. ആ പൂജാമുറിയുടെ വലിപ്പത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പൂജാമുറി വലുതാവാം ചെറുതാവാം, നമ്മുടെ സൗകര്യം പോലെ ആവാം. പക്ഷേ ആ വീട്ടിലെ പൂജാമുറിയിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. നമ്മൾക്ക് ഈശ്വരനെ നമ്മുടെ വീട്ടിൽ വെച്ച് വിളക്ക് കൊളുത്തി പൂജിക്കാനുള്ള ഒരു സ്ഥലമാണ് പൂജാമുറി. ആ പൂജാമുറിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ദേവിയുടെയോ ദേവൻ്റെയോ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ വിഗ്രഹം, ഇതാണ് നമ്മൾ വെച്ച് പൂജിക്കുന്നത്. വലിയ വിഗ്രഹങ്ങളൊന്നും പൊതുവെ വീടുകളിൽ വെച്ച് പൂജിക്കാറില്ല. ഈശ്വര പൂജയ്ക്ക് 5 വസ്തുക്കൾ വേണമെന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നൊരു ഭാഗം രാമായണത്തിലുണ്ട്. ജലം, ദീപം, ധൂപം, പുഷ്പം, ഗന്ധം, ഇതാണ് ഈ 5 വസ്തുക്കൾ. ഈ 5 വസ്തുക്കൾ പൂജാമുറിയിൽ നിർബന്ധമായിട്ടും വേണ്ടതാണ്. പൂജാമുറിയിൽ നിലവിളക്ക് കൊളുത്താം, അതല്ലെങ്കിൽ ലക്ഷ്മി വിളക്കാവാം, അതും അല്ലെങ്കിൽ ഒരു ചെറിയ വിളക്കാവാം. ലക്ഷ്മി വിളക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിലെങ്കിലും കൊളുത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതുകൂടാതെ നമുക്ക് പൂജാമുറിയിൽ വയ്ക്കാൻ പറ്റിയത് ഒരു ഗ്രന്ഥം, ഏതെങ്കിലും ഒരു ഗ്രന്ഥം പൂജാമുറിയിൽ വയ്ക്കാം. ഒരു കൈമണി വയ്ക്കാം. കൈമണി ഉണ്ടെങ്കിൽ നമ്മൾ ചന്ദനത്തിരിയൊക്കെ കാണിക്കുമ്പോൾ ഒന്ന് മണികിലിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. മണിനാദം കേൾക്കുന്നതും വളരെ നല്ലതാണ്. അഷ്ടമംഗല്യവും വാൽക്കണ്ണാടിയും ഒക്കെ പൂജാമുറിയിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നിത്യവും പുഷ്പങ്ങൾ കൊണ്ട് ഭഗവത് വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ അലങ്കരിക്കുന്നത് നല്ലതാണ്. അതിന് വില കൂടിയ പൂക്കൾ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. നമ്മുടെ ചുറ്റുവട്ടത്ത് കിട്ടുന്ന ഏത് പൂക്കളായാലും ഭക്തിപൂർവ്വം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. ഇതൊക്കെ കൂടെ വയ്ക്കാൻ ഒരുപാട് സ്ഥലം വേണ്ടേന്നാവും. അങ്ങനെയൊന്നുമില്ല. ഉള്ള സ്ഥലത്ത് നമുക്ക് വൃത്തിയായി ഇതെല്ലാം വയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ വീട്ടിൽ ഇടയ്ക്ക് എന്തെങ്കിലും മധുര പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോ പായസമോ അടയൊക്കെ, അങ്ങനെ എന്തെങ്കിലും വിശേഷമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊരല്പം എടുത്ത് നമ്മൾ നിത്യം വിളക്ക് വയ്ക്കുന്ന ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ അങ്ങനെ ഒരു ശീലം തുടർന്ന് വന്നാൽ എന്ത് വെച്ചാലും നമുക്ക് ഭഗവാന് കൊടുക്കാൻ തോന്നും. നമുക്ക് ഓർമ്മ വരും, ഭഗവാന് കൊടുത്തിട്ടില്ലല്ലോ, ഭഗവാന് കൊടുത്തിട്ട് വേണമല്ലോ കഴിക്കാൻ. അതെങ്ങനെയാണ് ഭഗവാൻ നമ്മളോട് ചോദിക്കുന്നത് പോലൊരു അനുഭവം നമുക്കുണ്ടാവും. വിളക്ക് കത്തിക്കുമ്പോൾ നല്ല ഗുണനിലവാരമുള്ള എള്ളെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ നെയ്വിളക്കാണെങ്കിൽ ഉത്തമമായി. കാരണം നല്ല എള്ളെണ്ണ ഒഴിച്ചെങ്കിൽ മാത്രമാണ് നല്ല ഭംഗിയുള്ള പ്രകാശം വിളക്കിൽ നിന്ന് പുറപ്പെടുള്ളൂ. അല്ലെങ്കിൽ ആകെ പുകയായിരിക്കും. ആ വല്ലാത്തൊരു പുക നമ്മൾ ശ്വസിക്കുന്നത് നമുക്കും കേടാണ്. എന്തിനാണ് ഭഗവാനെ കൂടെ ഈ ദുഷിച്ച പുകയൊക്കെ ശ്വസിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഭഗവാനുള്ള എണ്ണ വാങ്ങിക്കുമ്പോൾ നല്ല എണ്ണ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നല്ലെണ്ണ എന്നുള്ള പേരിൽ തന്നെ ഉണ്ടല്ലോ ഏറ്റവും നല്ല എണ്ണയാണ് അത് എന്നുള്ളത്. ശുദ്ധമായ എള്ളെണ്ണയ്ക്ക് നല്ല വിലയുണ്ട്. വില കുറഞ്ഞ എണ്ണ വാങ്ങി കത്തിക്കാതിരിക്കുക. ഒരുപാട് നേരം വിളക്ക് വെക്കണം എന്നൊന്നും ഭഗവാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. കുറച്ച് നേരം വെച്ചാലും മതി. പക്ഷേ ആ ഉള്ളത്രയും നേരം നല്ല എണ്ണ തന്നെ ഭഗവാന് കത്തിക്കാൻ ശ്രമിക്കുക. ഒരേപോലെയുള്ള ഒന്നിൽ കൂടുതൽ വിളക്കുകൾ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു വിളക്ക് കഴുകാൻ എടുക്കുമ്പോൾ മറ്റേ വിളക്ക് നമുക്ക് കത്തിക്കാം. അങ്ങനെ എപ്പോഴും നല്ല വൃത്തിയുള്ള ശുദ്ധമായ വിളക്ക് നമുക്ക് ഭഗവാന് കൊളുത്താനും സാധിക്കും. നാട്ടിലെ എൻ്റെ വീട്ടിലൊക്കെ വലിയ പൂജാമുറിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. മച്ചെന്നാണ് ഞങ്ങൾ വിളിക്കുക. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ പൂജാമുറി വളരെ ചെറുതാണ്. ആദ്യം എനിക്ക് പ്രയാസമായിരുന്നു. ഈ പൂജാമുറിയിൽ ഞാൻ എങ്ങനെയാണ് ഇതെല്ലാം കൂടെ വെക്കുക എന്നോർത്ത് വിഷമിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വിഷമമൊക്കെ മാറിയിട്ടോ. പിന്നെ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഭഗവാന്റെ ശ്രീകോവിൽ വളരെ ചെറുതായിരിക്കും അല്ലേ. അപ്പോൾ ആലോചിക്കാറുണ്ട് ഭഗവാൻ ഇരിക്കാൻ അത്രയൊക്കെ സ്ഥലം മതിയെന്ന്. അപ്പോൾ നമ്മുടെ വീട്ടിലായാലും വളരെ ചെറിയൊരു സ്ഥലമാണെങ്കിലും നല്ല വൃത്തിയായും ഭംഗിയായിട്ട് ഒരുക്കി കൊടുത്താൽ തീർച്ചയായിട്ടും ഭഗവാൻ അവിടെ സന്തോഷമായിട്ട് വന്നിരുന്നോളും അല്ലേ.